2 മാസം മുമ്പാണ് തൃശ്ശൂർ ജില്ലാ ബാങ്ക് അക്കൗണ്ട് CPMൻ്റെ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ട് ED ഉദ്യോഗസ്ഥർ മരവിപ്പിച്ചത്. 1 കോടി രൂപ അതിൽ നിന്ന് പിൻവലിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ബാങ്ക് അക്കൗണ്ട് 5 കോടി രൂപയോളം അതിലുണ്ടായിരുന്നു. ആ ബാങ്ക് അക്കൗണ്ടാണ് മരവിപ്പിച്ചത്. എന്നാൽ അതിൽ ഇപ്പോൾ ഒരു പ്രതികരണവുമായിട്ട് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷ് വന്നിരിക്കുകയാണ്. CPMന് എതിരെ വ്യാപകമായ രീതിയിൽ കള്ളപ്രചരണമാണ് നടത്തിക്കൊണ്ടിരുന്നത് തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലെങ്ങും. അതിൻ്റെ നീക്കമായിരുന്നു ED നടത്തിയിരുന്നത്. ആ അടിസ്ഥാനത്തിലാണ് ബാങ്ക് അക്കൗണ്ടുകളൊക്കെ മരവിപ്പിച്ചത്. യാതൊരു വിധത്തിലുമുള്ള ക്രമക്കേടുകൾ ഞങ്ങൾ നടത്തിയിട്ടില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇതൊക്കെ വീക്ഷിച്ചിരുന്ന മാഷിന് എന്താണ് തോന്നുന്നത്? അല്ല, ED പല കാര്യങ്ങളിലും നടത്തുന്ന അവരുടെ ഇടപെടലുകൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു വ്യക്തത നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല. ഇപ്പോൾ CPMൻ്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചു. 1 കോടി രൂപ അവർ പിൻവലിച്ചിരുന്നു. ആ പിൻവലിച്ചത് ഉപയോഗിക്കാൻ പാടില്ല, അത് തിരിച്ചടക്കണം എന്നാവശ്യപ്പെട്ട് തിരിച്ചടക്കാനായിട്ട് പോയ സമയത്ത് അത് പിടിച്ചെടുത്തു എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്കതിൽ നിന്ന് എന്ത് വ്യക്തതയാണ് കിട്ടുന്നത്, എന്ത് ക്ലാരിറ്റിയാണ് കിട്ടുന്നത്? ഒരു ക്ലാരിറ്റിയും കിട്ടുന്നില്ല എന്നുള്ളതാണ്. കാരണം സമൂഹത്തെയും അതേപോലെ തന്നെ മറ്റെല്ലാ സംവിധാനങ്ങളെയും പുകമറയിൽ നിർത്തുക എന്നതാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല. ഇപ്പോൾ CPMൻ്റെ അക്കൗണ്ടുകളെല്ലാവരും കള്ളപ്പണം കൊണ്ടാണ്. എന്തുകൊണ്ട് കണ്ടുകിട്ടിക്കൂടാ? EDക്കത് കണ്ടുകിട്ടാം, അവർക്ക് കടുത്ത ശിക്ഷയും കൊടുക്കാം. മാഷ് പറഞ്ഞത് ശരിയാണ്. കാര്യമായ ഗൗരവമായ രീതിയിലുള്ള ഒരു അന്വേഷണം ഇതിൻ്റെ പേരിൽ നടക്കുന്നില്ല. ഇങ്ങനെ പല രീതിയിലും രഹസ്യ അക്കൗണ്ടുകളുണ്ട്, കുറേ കള്ളപ്പണം ഉണ്ട് എന്ന് പറയല്ലാതെ ഒരു കൃത്യമായ നടപടികൾ ഉണ്ടാവുന്നില്ല EDയുടെ ഭാഗത്ത് നിന്ന്. അതുകൊണ്ടാണ് പുകമറ സൃഷ്ടിക്കലാണോ എന്ന് നമുക്ക് അല്ല, അത് അവർ പറയുമ്പോൾ ഇങ്ങനെ 5 തരം അക്കൗണ്ടുകൾ, നിഗൂഢ അക്കൗണ്ടുകൾ എന്നൊക്കെ പറഞ്ഞാൽ അത് വെളിപ്പെടുത്തുക. ഒന്നിനും വെളിപ്പെടുത്തുക, അല്ലെങ്കിൽ വെളിപ്പെടുത്താതിരിക്കുക. കാരണം വെളിപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാം ഇതാണ് അവരുടെ സ്ഥിതി എന്നുള്ളത്. ഇതങ്ങനെയല്ല. ഇത് വാർത്തകൾ കൊടുക്കും, വേറെ പിന്നീട് ഒരു സംഭവം ഉണ്ടാകുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനത്തെ പുകമറയിൽ നിർത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമായിട്ട് അതിനെ വ്യാഖ്യാനിക്കുന്നതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ എല്ലാ അക്കൗണ്ടുകളും കൃത്യമായിട്ട് സുതാര്യമായിട്ട് സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കേണ്ടതാണ്. കാരണം എന്താണ്? ഈ പണം രാഷ്ട്രീയ പാർട്ടികൾ CPM ആയാലും BJP ആയാലും കോൺഗ്രസ് ആയാലും ഒക്കെ ആ പണം അവർ സംഘടിപ്പിക്കുന്നത് പൊതുസമൂഹത്തിൽ നിന്നാണ്. നമുക്കറിയാം, പലപ്പോഴും അവർക്കൊക്കെ പണം കിട്ടുന്നത് വലിയ വലിയ മുതലാളിമാരുടെ കയ്യിൽ നിന്നാണ്, വലിയ സമ്പന്നരുടെ കയ്യിൽ നിന്നാണ്, കച്ചവടക്കാരുടെ കയ്യിൽ നിന്നാണ് എന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ അങ്ങനെയല്ലല്ലോ മുൻകാലങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്നത്. ജനങ്ങളുടെ മുന്നിൽ ചെന്ന് അവരിൽ നിന്ന് ചെറിയ ചെറിയ തുക സംഭാവന വാങ്ങിച്ച് ഉള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് മുൻകാലങ്ങളിലുണ്ടായിരുന്നത്. അതിനൊരു സുതാര്യത ഉണ്ടായിരുന്നു. കാരണം എല്ലാവർക്കും അറിയാം എത്രമാത്രമാണ് പണം പിരിക്കുന്നത്, എങ്ങനെയാണ് ഉപയോഗിക്കപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറി. ജനങ്ങളിൽ നിന്നങ്ങനെ ആരും ഇപ്പോൾ പണം പിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. പകരം വലിയ വലിയ തുകകൾ മുതലാളിമാരിൽ നിന്നോ കച്ചവടക്കാരിൽ നിന്നോ അല്ലെങ്കിൽ ഏജൻറ്റുമാരിൽ നിന്നോ അല്ലെങ്കിൽ ഇടനിലക്കാരിൽ നിന്നോ ഒക്കെ അവർ കൈപ്പറ്റിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഈ കള്ളപ്പണം എന്ന് പറയുന്നത് രൂപപ്പെടുന്നത്. കള്ളപ്പണമാണ് ഈ CPMൻ്റെ അക്കൗണ്ടിലുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടെത്തുകയും അത് വെളിപ്പെടുത്തുകയും ചെയ്യണം. പക്ഷേ വെളിപ്പെടുത്താൻ ഇവർക്ക് പറ്റുന്നില്ല. ഇതിൻ്റെ സ്രോതസ് എന്താണ് എന്നുള്ളത് സംശയത്തിൻ്റെ നിഴലിൽ തന്നെ നിൽക്കുകയാണ്. കാരണം വ്യക്തമായ രീതിയിലുള്ള രേഖകളൊന്നും ഹാജരാക്കാൻ ഈ MM വർഗീസിനും അല്ലെങ്കിൽ മറ്റ് പാർട്ടി നേതൃത്വങ്ങൾക്കൊന്നും സാധിച്ചിട്ടില്ല എന്ന് ED പറയുന്നുണ്ട്. ഇൻകം ടാക്സ് പോലും ഈ കാര്യം പറഞ്ഞു. ഇതൊരു റിട്ടേൺസ് കാണിച്ചിട്ടില്ല, ഈ പണത്തിൻ്റെ അല്ലെങ്കിൽ ഈ അക്കൗണ്ടിൻ്റെ റിട്ടേൺസ് എന്താണെന്ന് കാണിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സെക്രട്ടറി പറഞ്ഞ ഇതൊക്കെ കാണിച്ചിട്ടുള്ളതാണെന്ന് പറയും. ഈ 2 വാർത്തകൾ നമ്മൾ കേൾക്കുന്നതല്ലാണ്ട് കൃത്യമായിട്ട് നമുക്ക് ഇതിൻ്റെ വിവരം എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ള, അത് ശരിയല്ലെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. EDക്ക് കൃത്യമായിട്ട് ഒന്നില്ലെങ്കിൽ കോടതിയിൽ ഹാജരാക്കിയാൽ മതി. കോടതിയിൽ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കി കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും രേഖകളാവുകയും അത് പിന്നീട് പത്രങ്ങളിൽ വരികയും ജനങ്ങൾക്കത് അറിയാനായിട്ട് കഴിയുകയും ചെയ്യും. അങ്ങനെ കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കും. ഇത് എത്ര കാലമായി തുടങ്ങിയിട്ട്? ഒരുപാട് കാലമായി ഈ പ്രശ്നം തുടങ്ങിയിട്ട്. എന്നിട്ടത് ഇപ്പോഴും തുടരുകയാണ് ചെയ്യുന്നത്. വർഗീസിനെ വിളിപ്പിക്കുന്നു, വർഗീസ് പോകുന്നു, വർഗീസ് സംസാരിക്കുന്നു, വീണ്ടും വർഗീസ് പുറത്തു വരുന്നു, അങ്ങനെ നടക്കുന്നു. അതിനപ്പുറത്തൊന്നും നടക്കുന്നില്ല. കുറേ നാളിങ്ങനെ നീണ്ടുപോയി കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് പൊതുവിൽ നമ്മളെ പറ്റിക്കാൻ വേണ്ടി നടത്തിയ ഒരു പ്രക്രിയ ആണ് എന്ന്. അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കുന്നത് അത് നമുക്കറിയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിൽ ഇപ്പോൾ BJPയും അതേപോലെ തന്നെ BJP കേന്ദ്രം ഭരിക്കുന്ന സമയത്ത് BJPക്ക് ഇതേപോലെയുള്ള ഓരോ സംസ്ഥാനത്തുമുള്ള പാർട്ടികളുമായിട്ടൊക്കെ
വേണമെങ്കിൽ പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാകാം. അന്തർധാരകൾ ഇന്ന് നമ്മൾ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഈ സംഭവം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് മറ്റൊരു സംശയമായിട്ട് വരികയാണ് ചെയ്തത്. ഇപ്പോൾ പൊതുവെ പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും വലിയ തരത്തിൽ പുകമറ സൃഷ്ടിച്ച് ആർക്കും ഒന്നും വ്യക്തമല്ലാത്ത അവസ്ഥയിൽ എത്തിച്ചേർക്കുക ഒന്ന്. രണ്ടാമത്തെ കാര്യം CPM ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. CPMനെ യഥാർത്ഥത്തിൽ ED എന്ത് ചെയ്തിരിക്കുകയാണ്? സംശയത്തിൻ്റെ പുകമറയിൽ നിർത്തിയിരിക്കുകയാണ്. വലിയ തരത്തിലുള്ള നിഗൂഢമായിട്ടുള്ള അക്കൗണ്ടുകളുള്ള ഒരു പാർട്ടിയാണ് ഈ പാർട്ടിയെന്നും ഈ പാർട്ടിക്ക് പലതരത്തിലുള്ള ഇടപാടുകളുണ്ടെന്നും ഒക്കെ ED അടിച്ചിറക്കിയിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ EDക്കെതിരെ അങ്ങനെ പറഞ്ഞ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാൻ, നിയമപരമായിട്ടുള്ള നടപടിയെടുക്കാനായിട്ട് CPM തയ്യാറാവണം. അല്ലെങ്കിൽ നമ്മളൊക്കെ മനസ്സിലാക്കുന്നതാണ് ഇവരെല്ലാവരും കൂടി ഒറ്റക്കെട്ടായി എല്ലാവരും കൂടി പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. പൊതുവേ അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ഫീലിംഗ് നമുക്ക് തോന്നുന്നത്. എല്ലാ തരത്തിലും അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട്, തട്ടിപ്പുകളുണ്ട്. ആര് പറയുന്നതാണ് ശരിയെന്ന് ആർക്കും അറിയാൻ പാടില്ല. എല്ലാവരും ഇങ്ങനെ പുകമറയിൽ നിന്നോട്ടെ എന്ന് കരുതുന്ന തരത്തിൽ മാസപ്പടി പോലും കാര്യമായ രീതിയിലുള്ള ഒന്നുമില്ല. അത് ആ സംഭവങ്ങൾ ആ സമയങ്ങളിൽ ഇപ്പൊ പിടിക്കും, നാളെ എത്ര ദിവസമാണ് വാർത്ത വന്നത്? അതെ അതെ. പിണറായി എപ്പോഴാണ് അറസ്റ്റ് ചെയ്യണത് നമ്മൾ പോലും ഒരു സാധനം. അവസാനം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ കൂടി അപഹാസ്യരായി തീരുന്ന അവസ്ഥയിലായി പോകുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഒരു നടപടിയും CPMനെതിരെ കാര്യമായിട്ട് ഇങ്ങനെ പറയാന്നല്ലാതെ ഉണ്ടാവുന്നില്ല. അത് ഇല്ലാത്തതാണോ അതോ അഡ്ജസ്റ്റ്മെന്റിന്റെ പുറത്താണോ ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് കേരളത്തിലെ സാധാരണ ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അല്ല, പിണറായി വിജയന്റെ മകളുടെ കാര്യത്തിൽ വലിയ തരത്തിൽ കോലാഹലങ്ങൾ ഉണ്ടാകുകയും ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് അകത്താക്കും എന്നൊക്കെ പറഞ്ഞ് എത്ര ദിവസമാണ് വാർത്തകൾ വന്നിരുന്നത്. കുഴൽനാടെന്ന് പറഞ്ഞാൽ വലിയ തരത്തിൽ രേഖകളെ കൊണ്ടുപോയി ചെല്ലുമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം വിജിലൻസ് കോടതിയിൽ അങ്ങനെ ഒരു രേഖ ഹാജരാക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ അത് തള്ളിക്കളഞ്ഞതായിട്ട് വാർത്തകൾ വന്നു. എന്നുവെച്ചാൽ വാർത്തകളല്ലാതെ ഒരു സംഭവവും യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നില്ല. അത് പിണറായി വിജയനെതിരായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം? ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ്. പിണറായിക്കെതിരെ ഇങ്ങനെ എല്ലാവരും എല്ലാ ഭാഗത്തു നിന്നും വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് വലിയ രീതിയിൽ കൊണ്ട് നടന്നതാണ്. അതിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണ്? അതെ, സ്വർണ്ണക്കള്ളക്കടത്ത് ഇടക്കിടക്ക് മോദി കേരളത്തിൽ വരുന്ന സമയത്ത് ഈ പിണറായി വിജയൻ്റെ ഓഫീസ് സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ ഓഫീസാണ് എന്നൊക്കെ വിളിച്ചു പറയുന്നതൊന്നും അല്ലാണ്ട് ഈ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും നടപടിക്ക് വിധേയമാക്കുകയോ ചെയ്യുന്നില്ല. അർത്ഥത്തിന് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതെ, ഈ BJP മറ്റ് സംസ്ഥാനങ്ങളിൽ അഴിമതി വീരന്മാരെ കൃത്യമായിട്ട് കണ്ടുകെട്ടുകയും ED ഉപയോഗിച്ചുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യുന്ന നടപടികളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടു. കേജ്രിവാൾ കഴിഞ്ഞ ദിവസം ഇറങ്ങുകയൊക്കെ ചെയ്തു. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പം ഇത്തരം രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നല്ലാതെ ഒരു അറസ്റ്റിലേക്കോ അല്ലെങ്കിൽ കാര്യമായ ഗൗരവമായ ഒരു നടപടിയിലേക്കോ പോകുന്നില്ല. പിണറായി പ്രധാനമന്ത്രിയും തമ്മിൽ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് എന്ന് സാധാരണക്കാർ പറയുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. അല്ല, ഇങ്ങനെ സംസാരിക്കാം എന്നല്ലാണ്ട് ഇതിനൊന്നും ഒരു വ്യക്തതയും ഇല്ലല്ലോ. ആരോപണങ്ങൾ പറയുന്നുണ്ട്, ആരോപണം പറയാതിരിക്കുന്നില്ല അല്ലേ? കെ സുരേന്ദ്രൻ അതിശക്തമായിട്ട് ആരോപണങ്ങൾ അവതരിപ്പിക്കുന്നു. മുരളീധരൻ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. സാക്ഷാൽ മോദി തന്നെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. പക്ഷേ ഒരു നടപടിയുമില്ല. എങ്ങനെയാണ് ഇത്തരം ആരോപണങ്ങളെ നമ്മളപ്പോൾ വിലയിരുത്തേണ്ടത്? ഒന്നില്ലെങ്കിൽ ഇത് ഉള്ളതാണോ അതില്ലാത്തതാണോ? ഉള്ളതാണെങ്കിൽ അതെങ്ങനെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് വഴി ഇല്ലാത്തതായിട്ട് നിൽക്കുന്നത് എന്നൊക്കെ സംശയിക്കുന്ന തരത്തിലേക്ക് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള മാർത്തീരെയാണ് ചെയ്യുന്നത്. കാരണം സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ എത്രമാത്രം ചർച്ചയാണ് ഈ വിഷയത്തെക്കുറിച്ചാണ്. പക്ഷെ ഒരു വ്യക്തതയും ഒരു ക്ലാരിറ്റിയും ഈ കാര്യത്തിൽ ലഭ്യമല്ല എന്നുള്ളത് നമ്മുടെ ഇക്കാലത്തെ രാഷ്ട്രീയത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയായിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. പഴയകാലത്ത് അങ്ങനെയൊന്നും ആയിരുന്നില്ല. പഴയകാലത്ത് ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടാൽ അത് തെളിയിക്കപ്പെടും, അല്ലെങ്കിൽ അതിൽ സത്യസന്ധതയുണ്ടോ എന്നുള്ള കാര്യം തീർച്ചയാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ ഇതിങ്ങനെ എത്ര കാലം വേണമെങ്കിലും കൊണ്ടുപോകാം. കുറേ കഴിയുന്ന സമയത്ത് ആളുകൾക്ക് ഈ ആരോപണങ്ങൾ ശരിക്കുള്ള കാര്യങ്ങൾ തന്നെ പറഞ്ഞാൽ തന്നെ അത് ആരോപണമായിട്ട് വെറുതെ ഉന്നയിക്കപ്പെടുന്നതാണെന്ന് തോന്നിക്കൂടാകുകയില്ല. എന്നുവെച്ചാൽ നമ്മളുടെ ഒരു ബോധത്തെ, നമ്മുടെ തലച്ചോറിനെ കാര്യമായിട്ടുള്ള രീതിയിൽ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് കേരളത്തിൻ്റെ ഈ രാഷ്ട്രീയ പ്രത്യാരോപണ സംവിധാനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു പത്രത്തെയും പോലും നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റില്ല, പത്രപ്രവർത്തകർ വിശ്വസിക്കാനായിട്ട് പറ്റില്ല. അതേപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിലിരുന്ന് ചർച്ച ചെയ്യുന്ന ആളുകളെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലെ കാര്യങ്ങൾ പോവുകയാണ്. കാരണം ഇതിൽ ചർച്ച ചെയ്യാനിരിക്കുന്ന ആളുകൾ അവർക്ക് ലഭ്യമാകുന്നതായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ദിവസം ഒരു പ്രത്യേക തരത്തിൽ ഒരു വിഷയം ചർച്ച ചെയ്യും. പക്ഷേ കുറേ കഴിയുന്ന സമയത്ത് അത് അപ്രസക്തമാക്കപ്പെടുന്ന തരത്തിലാണ് രാഷ്ട്രീയ ഇടപെടലുകൾ വരുന്നത്. എന്ത് ചെയ്യും? നമ്മൾ വലിയ ധർമ്മസങ്കടത്തിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്.
എന്തായാലും CPM കള്ളക്കളികളൊക്കെ കൃത്യമായിട്ട് ഉണ്ടെങ്കിൽ അത് അറിയാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് അറിയുക തന്നെ വേണം. കള്ളന്മാരെ വെറുതെ അല്ല, അത് മാത്രമല്ല, CPM സംബന്ധിച്ചിടത്തോളം CPM ഇടതുപക്ഷ രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ ആ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ഒരിക്കൽ പോലും ഉചിതമായിട്ട് സ്വീകരിക്കാൻ പറ്റാത്ത പ്രവർത്തനങ്ങളാണ് പല മേഖലകളിലും നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് EDയും അതേപോലെ തന്നെ ഈ സ്വർണ്ണക്കള്ളക്കടത്തും മറ്റ് ലൈഫ് മിഷൻ പാസും അങ്ങനെ ഒരുപാട് മേഖലകളുടെ വിഷയങ്ങളെല്ലാം ഉയർന്നു വരുന്നത്. പ്രത്യേകിച്ച് എന്താണ് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയും ആ കമ്പനി പല സ്ഥലത്ത് നിന്നും ജോലിയൊന്നും കൈപ്പറ്റാതെ പണം വാങ്ങുന്നു എന്ന് പറയുന്നതായിട്ടുള്ള ആരോപണങ്ങളും എല്ലാം ഇതൊക്കെ തെളിയിക്കപ്പെടണ്ടേ? ഇതിൽ ശരിയെന്താണെന്ന് മനസ്സിലാക്കണ്ടേ? ശരിയും തെറ്റും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞാൽ മാത്രമല്ലേ ഇതിലാരാണ് കുറ്റക്കാരൻ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. അങ്ങനെ കണ്ടാൽ മാത്രമാണ് രാഷ്ട്രീയമായിട്ട് നമുക്ക് അവരെ വിലയിരുത്താനും കുറ്റക്കാരാണ് എങ്കിൽ അവർക്കെതിരെ പ്രവർത്തിക്കാനും കഴിയുള്ളൂ. വെറുതെ ഇരുന്ന് വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനൊരു വ്യക്തത ഉണ്ടാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ED ഇങ്ങനെ നിരന്തരമായിട്ട് ഇത്തരം പരിപാടികൾ കൊണ്ടുപോവുകയും എങ്ങും എത്തിക്കാതെ അത് വഴിയിൽ ഉപേക്ഷിക്കുകയും അതേപോലെ തന്നെ ആളുകൾക്ക് സംസാരിച്ച് ആഘോഷിക്കാനായിട്ടുള്ള വിഷയമായിട്ട് അതെ, എല്ലാവരും കൺഫ്യൂഷനിലാക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവർക്കത് വെറുതെ അങ്ങ് പറഞ്ഞു പോയാലും മതി. അവർക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല എന്നുള്ളതാണ്. അവർ പറയുന്ന കാര്യങ്ങളിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് ബോധ്യപ്പെടുത്താനായിട്ടുള്ള ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ EDക്കില്ല എന്നുള്ളത് തന്നെയാണ്. ED എന്ന് പറയുന്നത് ആളുകളെ പറ്റിക്കുന്നതിനുള്ളൊരു സംവിധാനമായിട്ട് മാറിത്തീരുന്നു എന്ന തോന്നൽ യഥാർത്ഥത്തിൽ സമൂഹത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു.